ഹലോ എവരി വൺ, ഇന്നത്തെ റെസിപ്പി ബട്ടർ ചിക്കനാണ്. ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സാദാ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 നുള്ള് ചെറിയ ജീരക പൊടിയും 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ചേർക്കാം. ഇനി 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ചിക്കൻ നന്നായിട്ട് മസാല പിടിപ്പിക്കാം. മിനിമം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ഒരു പാത്രമോ അല്ലെങ്കിൽ കുക്കറോ എടുത്തിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചെയ്യാൻ. ബട്ടർ നന്നായി അലിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് 3 വലിയ സവാള അരിഞ്ഞത് ചേർക്കാം. അത്യാവശ്യം ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 ഏലക്ക ചേർക്കാം. 10 അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇനി ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇനി പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പൊടികൾ ചേർക്കാം. അതിനു വേണ്ടി 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 പിഞ്ച് ചെറിയ ജീരകപ്പൊടിയും ചേർത്ത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. 4 തക്കാളിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി പാൻ ചൂടാക്കുക. പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർക്കാം. ചിക്കൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഇനി ചിക്കൻ വേവുമ്പോഴേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അതിനുവേണ്ടി ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് നേരത്തെ ചൂടാറാൻ മാറ്റി വെച്ച കൂട്ട് ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അങ്ങനെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ട്രെയിനർ എടുത്ത് ടൊമാറ്റോ പ്യൂരി അരിച്ചെടുക്കാം. അങ്ങനെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ ബട്ടർ ചിക്കനിലെ ചിക്കൻ റെഡിയായി. ഇനി ഒരു പാത്രം എടുത്ത് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ അരിയുമ്പോൾ അതിലേക്ക് 1 ബേ ലീഫും 1 പച്ചമുളകും ചേർക്കാം. ഇനി പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ചെയ്യുക. ഇനി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് പഞ്ചസാര അലിഞ്ഞ ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ കസൂരി മേത്തി ചേർക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ചേർക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടിയും ചേർക്കാം. ബട്ടർ അരിഞ്ഞു വരുമ്പോൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അവസാനം ഇതിലേക്ക് കസൂരി മേത്തി ചേർക്കാം. അങ്ങനെ ബട്ടർ ചിക്കൻ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.